ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചൈനീസ് വ്ലോഗ് വൺസ് അഗെയിൻ. ഇന്ന് എന്തുവാന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. എന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ എനിക്കൊരു ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണേ. അവിടെ ചെന്നിട്ട് പുള്ളിക്കാരനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടോ, അത് ഞങ്ങളുടെ വയനാട്ടിൽ നിറച്ചും കോടയാണേ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് വടുവഞ്ചാൽ ഭാഗത്തുള്ള കോടയാണേ. സൂപ്പറാണ് ഇങ്ങനെ ഈ ടൈമിൽ അതിലൂടെ ഇങ്ങനെ പോകുന്നത്. ചില സ്ഥലത്ത് കോടയും ചില സ്ഥലത്ത് നല്ല മഴയുമാണ് കേട്ടോ. ഞാൻ കുറച്ച് മഴയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഴയത്ത് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ നല്ലതാണ്, പക്ഷേ ഭയങ്കര റിസ്ക്കുമാണ്. ഞങ്ങൾ കൽപ്പറ്റ സിന്ദൂറിൽ പോയി പിന്നെ ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ വാങ്ങി തിരിച്ചു വന്നു. ഇതെന്താ കാണുന്നതെന്നറിയാവോ? എൻ്റെ മോളൂട്ടി പപ്പയ്ക്ക് വേണ്ടി സർപ്രൈസായിട്ട് ബർത്ത്ഡേക്ക് വേണ്ടി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് 12 o'clock ആണ്. ഇന്നലെ രാത്രി 12 മണിക്ക് ഹസ്ബൻഡ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എന്താ പറയുക, ഇതൊക്കെ മോളൂട്ടിയാണ് കേട്ടോ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തത്. ചെറിയൊരു ഡെക്കറേഷൻ, വലിയ ഡെക്കറേഷനൊന്നുമില്ല. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങൾ സർപ്രൈസായിട്ട് കൊണ്ടുവന്ന് നിൽക്കുന്നത് ആണിത്. അപ്പം ക്യാമറ നോക്കിയിരുന്നുണ്ട് കണ്ടോ, ക്യാമറ കണ്ടു, അതുവരെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ കൊണ്ടുവച്ച് സർപ്രൈസ് ആക്കിയത്. രാത്രി ആക്ച്വലി പുള്ളിക്കാരെ സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ദ നൈറ്റ് മാനേജറോ അങ്ങനെ എന്തോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പൂസ് ഉറങ്ങിപ്പോയി. അന്നേരം മോളൂട്ടി പപ്പയ്ക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്തതാണ്. 2nd ഫ്ലോറിലാണ് ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഹീസ് ഹാപ്പി ഫേസാണ്. ഇങ്ങനെ ആക്ച്വലി ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആട്ടോ കേക്ക് കട്ട് ചെയ്യാറ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ 12 മണിക്കൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരനെ സർപ്രൈസ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരനെ ഉറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഞാൻ 12 o'clock തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന്. എങ്ങനെ ഞങ്ങൾ അമ്മയും മോളും പപ്പയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ നടത്തി. പിന്നെ നൈറ്റ് മാനേജറിൻ്റെ ഒരു 2-3 എപ്പിസോഡും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ട് ഓൾമോസ്റ്റ് ഒരു 1 o'clock ആയി രാത്രി കിടന്നുറങ്ങിയപ്പോൾ. ഓക്കെ, കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും എടുത്ത് കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോളൂട്ടി ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ് പപ്പയ്ക്ക് കൊടുത്തു. അവൾ കുറേ എന്തൊക്കെയോ ഭയങ്കര ഇമോഷണൽ സെൻറ്റൻസസൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് പുള്ളിക്കാരനൊരു എന്താ പറയുക, ഇമോഷണലായിപ്പോയി. എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ടാട്ടോ ഉമ്മയൊക്കെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോസ് എണിച്ച് വന്നപ്പോൾ അവിടെ ബലൂണും അതും ഇതൊക്കെ. അപ്പോൾ അവൻ രാവിലെ തന്നെ തുടങ്ങി, മമ്മി പപ്പേൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ രാത്രി കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ ടെൻഷനാവും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ രാവിലെ അവിടെ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ അവന് വിഷമാവുമെന്ന്. പിന്നെ രാവിലെ ഞാൻ ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാക്കി അത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് കഴിക്കുവാണ് ബർത്ത്ഡേ മോർണിംഗിൽ. വലിയ ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ 4 പേര് മാത്രം. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ ചട്നി കഴിച്ചു. ഹി ലൈക്ഡ് ഇറ്റ്. അത് മതിയല്ലോ നമുക്ക്. അപ്പോൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു, ദോശയും ചട്നിയും കൊള്ളാം, അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല, എന്നാലും ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് നെയ്ച്ചോറ് ആൻഡ് ചിക്കൻ കറി കുക്കിംഗ് പ്രോസസ്സാണ്. എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിങ്ങൊന്നും അറിയില്ല. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് ഒപ്പിച്ചൊക്കെ ഉണ്ടാക്കി. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമാകുമ്പോൾ എനിക്ക് വലിയ ടെൻഷനില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അത് ഫ്ലോപ്പായി പോകും. പിന്നെ സേമിയേൻ്റെ പായസം ഉണ്ടാക്കി. പായസം മുഖ്യം ബിഗിലേ അല്ലേ ബർത്ത്ഡേക്ക്. അങ്ങനെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്കൊക്കെ പോയി ഉച്ചയായപ്പോഴത്തേക്കും വന്നു. അപ്പോൾ ഞാനെല്ലാം ടേബിളിൽ നിരത്തി വെച്ചു. കണ്ടപ്പോൾ തന്നെ പുള്ളി വലിയ ഹാപ്പിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചത്തെ സ്പെഷ്യൽ ലഞ്ച് കഴിച്ചു. അതാണ് ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ്. ഞാൻ ഹസ്ബൻഡ് എന്താ പറയണേന്ന് നോക്കട്ടെ. ഹസ്ബൻഡിൻ്റെ മുഖം കണ്ടാൽ അറിയാം ഭയങ്കര ഹാപ്പിയായിന്ന്. നെയ്ച്ചോറ് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുമെന്നൊന്നും വിചാരിച്ചില്ല പുള്ളിക്കാരൻ. ബർത്ത്ഡേ പോയിക്ക് ഞാൻ വിചാരിച്ചു വിളമ്പി കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ അങ്ങനെ വിളമ്പി കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം ഒന്ന് വിളമ്പി കൊടുത്തു, അല്ലെങ്കിൽ സ്വന്തമാണ് എടുക്കുന്നത്.
അപ്പൂസിന് നെയ്ച്ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ പപ്പയുടെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവന് നെയ്ച്ചോറ് കൊടുക്കുകയാണ്. ഉള്ളിയൊന്നും ഇഷ്ടമല്ല അവന്, ഭയങ്കര പാടാണ് അവനെ കഴിപ്പിക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ സേമിയയുടെ പായസം കുടിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഒരു ചിന്ന സെലിബ്രേഷൻ. ഈ അപ്പു ഇഷ്ടമായി എന്നാണ് അപ്പു പറയുന്നത്. സേമിയാണ് നെയ്യൊക്കെ മുകളിൽ കിടക്കുന്നുണ്ട്, ഒരു മഞ്ഞൾ ഇട്ട പോലെ ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.